ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു കേരള അവൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ നല്ല ചൂട് സമയമാണല്ലോ, ഈ സമയത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേയധികം വേനൽക്കാലത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക്സിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാം അതും കൂടെ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അവൽ മിൽക്ക് ഉണ്ടാക്കി തുടങ്ങാം. അവൽ മിൽക്കിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 1 കപ്പ് അവലാണ്. അവൽ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ് അവലാണ്. തീരെ നൈസായിട്ടുള്ള അവൽ എടുത്തിട്ടുണ്ടെങ്കിൽ പാൽ ഒഴിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കുതിർന്ന് പോകും. അപ്പോൾ ഈ അവൽ മിൽക്കിന് അത്ര ടേസ്റ്റ് കാണില്ല. അപ്പോൾ സ്വല്പം കട്ടിയുള്ള അവലെടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ വേണ്ടത് കപ്പലണ്ടിയാണ്. ഈ കപ്പലണ്ടി ഞാൻ വീട്ടിൽ തന്നെ വറുത്തെടുത്തതാണ്. തൊലിയോടുകൂടിയുള്ള കപ്പലണ്ടി വാങ്ങിയിട്ട് നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തതാണ്. ഇനി ഇതിനായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് എടുക്കാം. അവൽ മിൽക്കിൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് പഴം. ഞാൻ ഈ സൈസിലുള്ള 4 പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ചിങ്ങമ്പഴമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പഴം വേണമെങ്കിലും എടുക്കാം. അവൽ മിൽക്കിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൽ ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ ആഡ് ചെയ്യാം. അതിൽ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ച് ചെയ്യാം. പിന്നെ വേണ്ടത് ഗാർണിഷ് ചെയ്യാനുള്ള കശുവണ്ടി, ചെറി, റേസിൻസും ആണ്. പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പഴത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഫോർക്കോ സ്പൂണോ കൊണ്ട് നല്ലപോലെ ഉടച്ചു കൊടുക്കാം. പഴം ഉടച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ഉടഞ്ഞ വെള്ളം പോലെ ആയി പോകരുത്. കുറച്ച് പഴം നമ്മൾ അവൽ മിൽക്കിൽ ഇടുമ്പോഴത്തേക്കും കടിക്കാൻ പറ്റുന്ന ഭാഗത്തിന് വേണം ഇടാനായിട്ട്. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യ് ചൂടായിരുമ്പോൾ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വെച്ചിരിക്കുന്ന കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കണം. കശുവണ്ടി മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് റേസിൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. റേസിൻസ് ചേർത്ത് വീണ്ടും നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ റേസിൻസും കശുവണ്ടിയൊക്കെ മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. ബാക്കി നെയ്യിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് അവൽ ഇട്ട് കൊടുക്കാം. അവൽ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വറുത്തെടുക്കണം. അവൽ കരിഞ്ഞ് കളർന്ന് മാറിപ്പോകരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് അവലൊരു ക്രിസ്പി ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. അവൽ പാകമായിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് ഇതിൽ നിന്ന് ഒരു അവലെടുത്ത് വായിലിട്ടൊന്ന് കടിച്ച് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അവൽ മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. പാല് കാച്ചിയെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ഇനി അവൽ മിൽക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഗ്ലാസ്സിലേക്ക് 2 ടേബിൾ സ്പൂൺ പഴം ഉടച്ചത് ഇട്ട് കൊടുക്കാം. ഇനി പഴത്തിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കാം. ഞാൻ വലിയ ഗ്ലാസ് ആയതുകൊണ്ട് 3 ടേബിൾ സ്പൂൺ അവലിട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. പാൽ ചേർക്കുമ്പോൾ മധുരം വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അവൽ മുങ്ങാൻ പാകത്തിനുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കണം. വീണ്ടും തണുത്ത പാൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും കിസ്മിസും ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയും കൂടി ഇട്ട് കൊടുക്കണം. ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഐസ്ക്രീമൊക്കെ ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. വളരെ ടേസ്റ്റി, നല്ല ഹെൽത്തിയും ഈ ചൂട് സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്